ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം ഇന്ന് മൃദുലയ്ക്ക് ചെക്കപ്പാണ്. ചെക്കപ്പ് മാത്രമല്ല ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ മൃദുലെ? അപ്പം നാളെയാണ് നമുക്ക് ചെക്കപ്പ് വരുന്നത്, സ്കാനിങ് വരുന്നത്. അപ്പം ഇന്ന് നമുക്ക് അഞ്ചല് പോകണം. എന്ത് ഡോക്ടറിനെ കാണണ്ടേ? ഗാസ്ട്രോ ഡോക്ടറിനെ കാണണം. അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ്. അന്ന് രാവിലെ ഇപ്പം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൃദുലെ ഉലാത്തുകയാണ്, നടക്കുകയാണ്, വെയിൽ കൊള്ളുകയാണ്. 10 മണിക്ക് രാവിലെ കൊള്ളേണ്ട വെയില ഉച്ചയ്ക്കാണ് മൃദുല കൊള്ളുന്നത്. അമ്മ കൊള്ളുന്നില്ലേ വെയില്? എന്റെ ഗ്രീൻ ടീ അമ്മ ഇപ്പൊ അവക്ക് വരുന്ന ഡ്രസ്സുകളൊക്കെ അമ്മയും കൂടി ആട്ടോ എടുത്തത്. അമ്മ ഓരോ ദിവസം ഞാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് വെറൈറ്റി ഡ്രസ്സൊക്കെ ഇതൊക്കെ ഇവിടുന്ന് ഇറങ്ങി വരുന്നത് ഇല്ലേ മൃദുല? മൃദുല ഇപ്പൊ ഈ വൈറ്റിന്റെ ഇവിടെ വെച്ചാണ് മിച്ചറും ചായയൊക്കെ കുടിക്കുന്നത്. അപ്പോൾ അത് ഒരു ഉപകാരമായിട്ടൊക്കെ ഇരിക്കുക. അവിടെ ഫോൺ ട്രൈപോഡ് അവിടെ വെച്ച് ഫോൺ ഈ കളി കുറച്ചോണം. കണ്ട ഇതാ പറയുന്നത്. അവള് ഫോണിൽ കളിക്കാതിരിക്കാൻ പറയുമ്പോൾ എന്നെ കുറ്റം പറയും. ഫാറ്റിന്റെ ഒരു ഇത് കുറച്ച് കൂടുതൽ അതിന്റെ ടാബ്ലറ്റ് കഴിച്ചായിരുന്നു നമ്മള്. അപ്പം അതിനൊന്ന് ഗ്യാസ്ട്രൈ ഒന്ന് കണ്ടിരിക്കാൻ പറഞ്ഞു. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഇന്ന് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവാണ്. ഗ്യാസ്ട്രോ ആണെങ്കിൽ ഗ്യാസ്ട്രോ ഡോക്ടർ നമ്മളിവിടെ വളരെ കുറവാണ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം പോയി കണ്ടിട്ട് വരാൻ കഴിയും. അപ്പോൾ ഈ 2 പ്രോഡക്റ്റ്സ് ആട്ടോ മെയിൻ ആയിട്ട് ഞാൻ എൻ്റെ സ്കിൻ റൂട്ടീന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഡെർമാവൈവിന്റെ ഹൈഡ്രാ ക്ലെൻസറും സെക്കൻഡ് വൺ ന്യൂട്രിഡെമിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിംഗ് ലോഷനും. നമ്മൾ ഏതൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസർ തന്നെ അല്ലേ? ക്ലെൻസർ മസ്റ്റ് ആണ്. നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ പോയി സ്കിൻ നല്ല ക്ലിയർ ആവണമെങ്കിൽ ക്ലെൻസ് ചെയ്തേ മതിയാവും. സെൻസിറ്റീവ് സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും അതുപോലെ എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് ഈ ഒരു ക്ലെൻസർ യൂസ് ചെയ്യാം കേട്ടോ. ഇതിന്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാലേ ഇതിൽ നാച്ചുറൽ കൊളോയിഡൽ ഓട്ട് മീൽ അടങ്ങിയിട്ടുണ്ട്. ഇത് തികച്ചും സോപ്പ് ഫ്രീ ആട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ pH ബാലൻസിനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ നൽകും. ഈ ഒരു ജെന്റിൽ ക്ലെൻസർ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് നല്ല സ്മൂത്ത് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കിൻ നൽകുന്നുണ്ട്. ഇതിന്റെ ഒരു മെയിൻ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നായിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ ഇത് നല്ലോണം ബൂസ്റ്റ് ചെയ്യും. ഈ ക്ലെൻസർ നമ്മുടെ ഫേസിൽ ഡീപ്പായിട്ട് തന്നെ ഹൈഡ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിലുള്ള സോഡിയം PC ഒക്കെ നമ്മുടെ ഫേസിനെ നല്ല സോഫ്റ്റ് ആക്കും കേട്ടോ. ഇത് യൂസ് ചെയ്ത് നല്ലോണം റിൻസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു പാഡ് ഡ്രൈ മാത്രം മതി കേട്ടോ. എന്റെ ഫസ്റ്റ് സ്റ്റെപ്പായ ക്ലെൻസിങ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പായ ന്യൂട്രിഡെമിന്റെ ഈ മോയ്സ്ചറൈസിംഗ് ക്രീം എന്ന് പറയുന്നത് എൻറിച്ചഡ് വിത്ത് വൈറ്റമിൻ ഇ ആട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്കുണ്ടാവുന്ന ഡ്രൈ സ്കിൻ കണ്ടീഷൻസും സൺബേൺഡ് സ്കിന്നും എല്ലാം മാറ്റി നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആക്കും. അതുപോലെ തന്നെ ഇത് സ്കിന്നിന്റെ എസെൻഷ്യൽ ബാരിയേഴ്സിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് സപ്പിൾ സ്മൂത്ത് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഇ ഫോസ്ഫേറ്റ് മോയ്സ്ചറൈസിങ്ങിനും അതുപോലെ തന്നെ സ്കിൻ റിപ്പയറിങ്ങിനും ഒരു പവർഫുൾ പ്രോപ്പർട്ടിയാണ്. അത് നമുക്കുണ്ടാവുന്ന ഏജിങ്ങിന്റെ സൈനെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ റെഡ്നെസിനെയും ആഗ്നെ സ്പോട്ടിനെയും എല്ലാം റെഡ്യൂസ് ചെയ്ത് ത്രൂ ഔട്ട് ആ ഡേയിൽ നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. ഈ ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മേക്കപ്പിൽ എക്സ്ട്രാ ലെയർ ഓഫ് പ്രൈമറിന്റെ ആവശ്യമേ വരുന്നില്ല. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു സ്മൂത്തി ബേസ് നൽകും കേട്ടോ. അതുപോലെ തന്നെ ഇത് മേക്കപ്പിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫിനിഷിംഗിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ഡെർമാവൈവിന്റെ ഹൈഡ്രാ ക്ലെൻസറും അതുപോലെ തന്നെ ന്യൂട്രിഡെമിന്റെ വൈറ്റമിൻ ഇ മോയ്സ്ചറൈസിംഗ് ലോഷൻ ഒരു പെർഫെക്റ്റ് പ്രീ മേക്കപ്പ് സ്കിൻ കെയർ കോംബോ ആണ്, പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ സീസണിൽ. അപ്പൊ ഈ പ്രോഡക്ട്സ് നമുക്ക് ന്യൂട്രിഡെമിന്റെ ഇന്ത്യസ് ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആമസോണിലും നൈക്കയിലും ഐബേറിയ സ്കിൻ ബ്രാൻഡിലും അവൈലബിൾ ആണ്. അപ്പൊ ഈ പ്രോഡക്ട്സിന് ആമസോണിൽ ഇപ്പൊ എക്സ്ക്ലൂസീവ് ഓഫർ നടക്കുന്നുണ്ട്, അതൊരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അതുകൂടാതെ ഇത് ബൈ 2 ആണെന്നുണ്ടെങ്കിൽ പ്രീ മേക്കപ്പ് കോംബോയിൽ 5% ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ ഈ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് വേഗം ആശുപത്രിയിലോട്ട് പോകാം. ഒരു ലോഡ് പുസ്തകമൊക്കെ തൂക്കി എങ്ങോട്ടാ പോന്ന? പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ ബുക്കുകളും ഫയലുകളും. വീട്ടിലെ വെയിറ്റിംഗ് മെഷീനിൽ ബാറ്ററി തീർന്നായിരുന്നു കേട്ടോ. ഇതാകട്ടെ ഞാൻ വെയിറ്റ് നോക്കുക. ലാസ്റ്റ് 70 ഗൈസ്. വെയിറ്റ് കുറഞ്ഞ ഗൈസ് എനിക്ക് ഞാൻ കാണിച്ചില്ല. 76.60 കുത്തി കയറ്റി കൂടെ ചെയ്യും. ഇവളെപ്പോഴും വന്നാലും എന്നൊക്കെ വാണി ഇന്ന് എക്സ്പ്രഷൻ ഇല്ലാതെ കുത്തണം. എന്താണ് കഴിക്കാൻ? ഓംപ്ലേറ്റ് ആണ് ഇത്. ബുൾസേ ഉടായ്പ ബുൾസേ. ഓംപ്ലേറ്റ് അല്ല, ഉടായ്പ ബുൾസേ.
അതെ, അവര് ഫുഡ് കഴിച്ചിട്ടും ടെസ്റ്റ് ഉണ്ട്, അതിന് മുമ്പും ഉണ്ട് കേട്ടോ. ഇവിടെ കുരങ്ങ് വന്ന് ഗൈസ്, വീട് ഫുള്ള് കുരങ്ങ്, വീട്ടിന് ഫുള്ളും കുരങ്ങ്. നമ്മളെ ഇടയ്ക്ക് വെച്ച് നമ്മളെ വാട്ടർ ടാങ്കിൽ കുരങ്ങ് ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ അത് ക്ലീൻ ചെയ്ത് ഇന്ന് നോക്കിയപ്പോ ഇല്ലായിരുന്നു. എനിക്ക് പാറ എപ്പോഴും കുരങ്ങ്, പക്ഷെ നമ്മളിവിടെ പാറയിൽ നിന്ന് ചൂടായോണ്ട് ഫുഡൊന്നും കിട്ടാത്തോണ്ടായിരിക്കും. അയ്യോ, ടീമായിട്ട് കഴിച്ച് 10-40 എണ്ണെങ്കിലും കാണാം. ഞാൻ നോക്കിയപ്പോ വീട്ടിന് ചുറ്റും ഇരിക്കുന്നു ഷീറ്റിനെ കൊണ്ടല്ലേ. ഞാൻ നോക്കിയപ്പോ അടുക്കള കേറി വരുന്നു, പഴം ഇരിക്കുന്നു. അതും പയറ് തോരനും ചേമ്പലേക്ക് ഇട്ട് വെച്ച നല്ല തോരൻ, ചെമ്പാവരി ചോറ്, അച്ചാറ്, പിന്നെ നല്ല അടിപൊളി അമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി. ഇത് കഴിച്ച് നമ്മൾ റെഡി ആവും കേട്ടോ. റെഡി ആയിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോവുക ഗ്യാസ്ട്രോ കാണാൻ വേണ്ടി. അല്ലേ? അച്ഛൻ്റെ പുറത്ത് കുരങ്ങ് മൂത്രമൊഴിച്ച്, കുരങ്ങിന് പോലും കണ്ടുകൂടാ പാവം. അതാ ഉന്നം വെച്ച് കുരങ്ങിന്റെ കൂട്ടാളി എന്തോ പറഞ്ഞതാ. പായിച്ച് അപ്പൊ ദൂരെ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ആക്കിയപ്പോ എന്തിനാ വെള്ളം പെയ്യുന്നത്? കിള്ളിപ്പഴം കിളിപ്പഴം കഴിച്ചു നോക്കാൻ തോന്നുന്നു. കിള്ളിപ്പഴം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഗൾഫില് കാട്ടിൽ പിടിക്കുന്നതായിരുന്നു. ടേസ്റ്റ് ഉണ്ടോ? അര കിലോ ആപ്പിളാണ് കാണാം. അതിന്റെ വേറൊരു ഞാനത് ആദ്യമായിട്ട് ടേസ്റ്റ് പഴത്തിന്റെ ആപ്പിളിന്റെയും കൂടി ഒരു ടേസ്റ്റ്. അപ്പൊ ഗൈസ്, നമ്മളത് ഫുഡൊക്കെ കഴിച്ചു. നമ്മള് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. മാച്ചിങ് അല്ല, ഞാനും റെഡാണ് കേട്ടോ. കുറേ മെറ്റേണിറ്റിയുടെ കുറേ ഡ്രസ്സ് നമ്മൾ വാങ്ങി കേട്ടോ. മീൻസ് വലുതായിട്ടുള്ള, എനിക്ക് തോന്നുന്നു 7-8 ഇപ്പം ഞാൻ ഫുള്ള് ജീൻസും ക്രോപ്പ് ടോപ്പ് എല്ലാം പോയപ്പോ വീട്ടിൽ കൊണ്ടുവച്ച്. അതെ, അലമാരി ചാക്ക് നിറച്ച് വീട്ടിൽ കൊണ്ടുവച്ചു. ഇപ്പൊ ഇനി എന്തായാലും കുഞ്ഞായി കഴിഞ്ഞാലും എക്സെല് തന്നെ ഇടാൻ പറ്റത്തുള്ളൂ കുറച്ച് നാളത്തേക്ക്. ലൂസ് ആയിട്ടുള്ള കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരും. ഓഹോ, ഇപ്പൊ ഇത് എപ്പോഴും ഇതാണ് മൃദുല വരുന്നത്, തിരിച്ചു വരുമെന്ന്. ഈ അലമാര എന്തായാലും കൊള്ളത്തില്ല. ഒരു അലമാരയിൽ വെക്കാനുള്ള സ്പേസ് ഇല്ല. അപ്പം എന്തെങ്കിലും വേണ്ട, ഈ ഒരു സ്ഥലം നമ്മൾ അന്നേ പറഞ്ഞു വെച്ചാണ്. ഇവിടെ എന്തെങ്കിലും ഈ ഷെയ്ഡിനെ വേണ്ട എന്തെങ്കിലും ഒരു കബോർഡ് സെറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സിന്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും എല്ലാം കൂടി വെക്കാൻ. അപ്പം അതാണ് കാര്യം. നമ്മൾ അപ്പോയിൻമെന്റ് എടുത്തിരിക്കുന്ന 4 മണിക്കാണ്. നമുക്ക് ടോക്കൺ നമ്പർ 13 എന്തോ ആണ്. അപ്പം ഇപ്പോഴേ ഇറങ്ങാം. അപ്പം ലെറ്റ്സ് ഗോ, നേരെ ഹോസ്പിറ്റലിലോട്ട്. അച്ഛൻ കൊണ്ടുവന്ന കിള്ളിപ്പഴം അല്ലേ? കിള്ളിപ്പഴവും ആപ്പിളും ഒരു ഞാൻ ഇത് ആദ്യമായിട്ടാ തിന്നുന്നല്ലേ. അല്ല, ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു പഴത്തിന്റെയും ഒരു ആപ്പിളിന്റെയും ടേസ്റ്റ്. പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ട് ഇവിടെ. എന്റെ ഗുണം എന്തോന്ന് അറിഞ്ഞൂടെ, അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണേ. ഫ്രൂട്ടിന്റെ പേരെന്തോന്ന് എനിക്ക് അറിയില്ല. കിള്ളിപ്പഴം അച്ഛൻ പറഞ്ഞു. ഇനി ഇതിന് വേറെ വല്ല പേരുണ്ടോന്ന് നമുക്ക് അറിയത്തില്ല. അതെന്തായാലും ആപ്പിളിനേക്കാളും വില കുറവാന്നും പറയുന്നു. ഇച്ചിരി കൊള്ളാം, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. മാസ്ക് വാങ്ങാൻ മറന്നുപോയി കേട്ടോ. പിന്നെ മാസ്ക് വാങ്ങിച്ചു. എന്റെ മാസ്കിന് എന്തോ ഒരു മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ട്. ഒരു സൈഡ് കോണിച്ചിരിക്കുന്നു. ഉണ്ടാക്കിയവരെ കുറ്റമാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഒക്കെ കണ്ടതാണ്ട് ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഡോക്ടർ പറഞ്ഞ് തീറ്റി വെച്ച് കുറയ്ക്കണം. അങ്ങനെ പറഞ്ഞതേ ഇല്ല. ഇങ്ങനെ പറഞ്ഞ് രാത്രി മീൻസ് രാത്രിയില് 2 മുട്ടയുടെ വെള്ളയോ ഇച്ചിരി പയറോ, പിന്നെ രാത്രിയില് ഈ കിഴിപ്പൊറോട്ടയും പൊറോട്ട ഇറച്ചിയൊക്കെ തിന്നാ പിന്നെ. എന്നിട്ട് ഏട്ടൻ വെയിറ്റ് നോക്കാൻ പറഞ്ഞപ്പോ, എന്തിനാ വെയിറ്റ് നോക്കുന്നത്, വെയിറ്റ് കൂടിയ നീ കൊച്ചിനൊന്നും കൊടുക്കത്തില്ലേ? ഡോക്ടർ ഭയങ്കര കമ്പനിയാണ്. ഇത് ഗാസ്ട്രോ ഡോക്ടറാണ്, നമ്മൾ റെഗുലർലി കാണിക്കുന്ന ഡോക്ടർ അല്ല. ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഗാസ്ട്രോ ഒന്ന് കാണിച്ചു നോക്കി, SGPT ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അതുകൊണ്ട് ഗാസ്ട്രോ ഒന്ന് കണ്ടിരിക്കാൻ അവരുടെ റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വേറെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇവിടെ വന്നത്. കാരണം അവരൊട്ടും റിസ്ക് എടുക്കത്തില്ല. ലാസ്റ്റ് സമയത്ത് ഇത് കൂടി പോയാ അവര് നേരെ മെഡിക്കൽ കോളേജിലോട്ട് പറഞ്ഞു വിടത്തേയുള്ളൂ. ഇത് റിസ്ക് കൂടുകയെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അല്ല, ഇത് കൂടുകയെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും റിസ്ക് എടുക്കത്തില്ല. അതിപ്പോ ഈ ഡോക്ടറും പറഞ്ഞു, ഒരു ഡോക്ടർമാര് 5% പോലും ഇപ്പൊ ഈ വന്ന കാലത്ത് റിസ്ക് എടുക്കത്തില്ല. കാരണം എന്തുമാത്രം വാർത്തയല്ലേ വരുന്നത് ഓരോന്നൊക്കെ. അതുകൊണ്ട് പിന്നെ പറഞ്ഞ് ചിക്കൻ കഴിക്കാൻ പറഞ്ഞു. റെഡ് മീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞില്ല. അത് നമ്മളെ ആഴ്ച ഒരിക്കൽ കഴിക്കാം. അതും തോനെയൊന്നും ഞാൻ കഴിക്കത്തില്ലല്ലോ. നമ്മളെ വളകാപ്പിന്റെ ഒന്ന് ഫുഡ് ആയിക്കോട്ടെ, പലഹാരവും ഒരുപാട് പലഹാരമൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് അലുവയൊക്കെ കഴിക്കുക. അപ്പൊ അതിലേക്കാണ്ടാണ്. അപ്പൊ എന്തായാലും 1 മാസം നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. ടാബ്ലറ്റും തന്നു കേട്ടോ. അപ്പം കഴിഞ്ഞു, വേറെ കുഴപ്പമൊന്നുമില്ല. വേറെ നാളെ ഇനി സ്കാനിങ് ഉണ്ട്. അത് 8 മാസത്തെ 7 മാസത്തെ സ്കാനിങ് ആണ്. അപ്പൊ നാളെ നമുക്ക് നേരെ താലൂക്ക് ഹോസ്പിറ്റലിൽ പോകണം, സ്കാൻ ചെയ്യണം.
നാളത്തെ പരിപാടി. അപ്പം ഇന്ന് നാളായിട്ട് ഫുൾ ഹോസ്പിറ്റലിലാട്ടോ. ഇന്ന് വൈകിട്ട് ഞാനും കൊച്ചും സിനിമയ്ക്ക് പോകുന്നു. നമ്മുടെ ആസിഫ് അലിയുടെ പുതിയ മൂവി. പേര് പറഞ്ഞു ഞാൻ അറിഞ്ഞ പോലും ഇല്ല, എന്നോടൊരു വാക്ക് ചോദിച്ച പോലും ഇല്ല. ബുക്ക് ചെയ്യട്ടെ രാത്രി ഇനിയിപ്പോ ട്രാവലൊക്കെ ചെയ്തുകൂടാ ബ്രദറിലേക്ക്? അല്ല, സാധാരണ ചോദിക്കേ സിനിമയ്ക്ക് ബുക്ക് ചെയ്യുന്ന ബുക്ക് നിനക്ക് ചെയ്യണോന്ന് സാധാരണ ചോദിക്കുന്നത്. ഇപ്രാവശ്യം ചോദിച്ച പോലും ഇല്ല. നമ്മള് രാത്രി രാത്രി ഇനി അങ്ങോട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം 8 മാസം തുടങ്ങി നമുക്ക്. അപ്പൊ ഇനി നമ്മൾ കൂടുതൽ ട്രാവലും മാക്സിമം നമ്മൾ യാത്രയൊക്കെ പരമാവധി ഒഴിവാക്കണം. രാത്രിയിലുള്ള യാത്രയൊക്കെ ഒഴിവാക്കണം. അതുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ കെയർ. എന്റെ ഹസ്ബൻഡ് നന്നായേ. അപ്പൊ ഇനി എന്നെ എവിടെ കൊണ്ടുപോകത്തില്ല? അങ്ങനല്ല, കൊണ്ടുപോകും. രാത്രിയിലത്തൊക്കെ ഉള്ള യാത്ര നമ്മള് മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ട. അതാണ്, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ എനിക്കിപ്പോ യാത്ര ചെയ്യുന്നത് ഭയങ്കര ക്ഷീണമാ. ഇപ്പൊ ക്ഷീണോ, കാലിന് മൃദുലേക്ക് നീര് പെട്ടെന്ന് നീരാവും. പെട്ടെന്ന് ഈ ഇപ്പൊ കാലുവേദനയുണ്ട്. ഇപ്പൊ രാത്രി എനിക്ക് കാലുകടമൊക്കെ കാണും. ഈ ഇത്രയും നാളും കുഴപ്പമില്ലായിരുന്നു. ഈ ഒരു കഴിഞ്ഞ ആഴ്ച തൊട്ട് അല്ലേ, കഴിഞ്ഞല്ല 2 ആഴ്ച തൊട്ട് 2 ആഴ്ച തൊട്ട് ഈ കാലിനും നീരും കാലിന് പെയിനും കുറെ നേരം നിൽക്കുമ്പോൾ ഉള്ള വേദനയും അതൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോവുകയാണ്. ടാറ്റാ. അത് ഗർഭിണിയായിട്ട് ഇരിക്കുമല്ലേ, ഇനിയിപ്പോ സൗണ്ട് ഒന്നും ഒരുപാട് കേട്ടൂടാ. താമസിച്ചല്ലോ, 6 മണിക്കൊക്കെ ആണെങ്കിൽ പോവല്ലോ. ഞാനും കൊച്ചും പോയി. നമ്മൾ ഏറെ കിഷ്കുണ്ടാവൂരോ? ഏത് സിനിമ കാണുന്നത്? കാണുന്നവരെന്ന് പറഞ്ഞാൽ മതി. നീയല്ലേ ബുക്ക് ചെയ്തത്? കിഷ്കിണ്ട കാണ്ടം. എന്തോ ഒരു കാണ്ടമാണ്. അപ്പൊ ഗൈസ് മൂവി കണ്ടിട്ട് വരാം കേട്ടോ, എന്നിട്ട് നമ്മളെ റിവ്യൂ പറയാം എങ്ങനെയാണ്. അപ്പൊ ബൈ, ടാറ്റാ. നീ റെസ്റ്റ് എടുക്ക്, ഡോക്ടർ പറഞ്ഞ റെസ്റ്റ്. നമ്മൾ ഇവിടെ വന്നിട്ട് റിവ്യൂ പറയാം. കഥ പറഞ്ഞുതരാം. സന്തോഷായേ? കഥ പറയണ്ട. നമ്മള് പടം കണ്ടേ, സൂപ്പർ പടം. കണ്ടം പെണ്ണേ, സൂപ്പർ പടമാണ്. ആക്ഷൻ ത്രില്ലറാണ്. ഇത് നല്ലൊരു പടമാണ്, എല്ലാരും പോയി കാണണം. എല്ലാരും നന്നായി ആസിഫ് അലി നന്നായി ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ എന്താ പറയാ, നല്ലൊരു മൂവിയാണ്. നല്ലൊരു ആക്ഷൻ ത്രില്ലറാണ്. ഇതിൽ ആരും കരയില്ല. വേറൊരു ജോണറിലുള്ള ഒരു മൂവിയാണ്. ആസിഫിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രീൻ പ്ലേ. ഹണി റോസ് കൂടി വേണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ കിണ്ണമ്പടം അടിപൊളി പടം ഗൈസ്. സ്ക്രിപ്റ്റ് ഒക്കെ ഒരു രക്ഷയില്ല. നമുക്ക് ലാസ്റ്റ് നിമിഷം വരെ ഒന്നും കത്തത്തില്ല, നമ്മൾ ഇങ്ങനെ ഇരിക്കും. ലാസ്റ്റ് ആ ഒരു 10 മിനിറ്റ് മറ്റേ സിനിമ അത് ഇതേ കണക്കാ തലവൻ. ലാസ്റ്റ് വരെ നമുക്കൊന്നും കത്തത്തില്ല. അതേ കണക്ക് ഈ പടത്തിൽ ലാസ്റ്റ് വരെ നമുക്ക് ഒരു പുല്ലും മനസ്സിലാക്കില്ല. പിന്നെ വേറൊന്ന് വെച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റിങ് ഡയലോഗ് ഒറ്റ സെക്കൻഡ് പോലും ഒരു ഡയലോഗ് പോലും ഓവർ ആക്കിയിട്ടില്ല. ആരും ഓവർ ആക്ട് ചെയ്തിട്ടില്ല. പ്യുവർ ആൻഡ് ക്ലീൻ ഷീറ്റ് ആയിട്ട്. എവിടെ നടി ഇത് അപർണ ബാലമുരളിയാണ് നടി ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ക്യാരക്ടറൊക്കെ വളരെ എല്ലാവരും കുറവാണ്, പക്ഷെ എന്നാലും എല്ലാവരും കൂടുതലിരിക്കുന്നത് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓവറോൾ സിനിമ അടിപൊളിയായിരുന്നു. നല്ല പോയില് വർത്തായിട്ട് രാത്രി പോയി സെക്കൻഡ് ഷോ കണ്ടു. നല്ല അടിപൊളി, നല്ല സസ്പെൻസ് ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് പോയി കാണണം. നല്ല അടിപൊളി സിനിമയാണ്. പക്ഷെ എമ്പതേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ കഥ രാത്രി പറഞ്ഞു. അയ്യോ ഇതിന്റെ ഇല്ല കഥ. ഇതിന്റെ കഥ പറഞ്ഞാൽ പറ്റത്തില്ല. കഥ പറഞ്ഞാലും പറ്റത്തില്ല, കണ്ട് മനസ്സിലാക്കണം. കണ്ട് തന്നെ മനസ്സിലാക്കണം. കുഴപ്പമില്ല, നമുക്ക് TV വരുമ്പോൾ കാണാം. OTT വരുമ്പോൾ കാണാം. തിയേറ്ററിൽ പോയി കാണാത്തവരെ OTT വരുമ്പോൾ കാണുക. എന്തായാലും മസ്റ്റായിട്ട് കാണണം. അപ്പൊ ഇത്രേ ഉള്ളൂ. എന്തായാലും രാത്രി പോയി കണ്ടാലും ഒരു അടിപൊളി സിനിമ തന്നെയായിരുന്നു. വെറുത്തായിരുന്നു. വരാത്തതിന്റെ വിഷമമുണ്ടോ ചെറുതായിട്ട്? കുഴപ്പമില്ലല്ലേ. അപ്പൊ ഇനിയുള്ള സിനിമയ്ക്ക് നമുക്ക് കൊണ്ടുപോകണ്ട. ഇവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിയത് ഞങ്ങൾ അത് ഇവരാ പറഞ്ഞത് ബുക്ക് ചെയ്യേണ്ടത്. ഇതൊരു നല്ലൊരു തുടക്കമാവട്ടെ. അതെ, ഇതൊരു ശുഭപ്രതീക്ഷയോടെ ആകട്ടെ. ഇതിലും കൊല്ലുംകൊല ഉണ്ട് കേട്ടോ. കൊല്ലുംകൊലയില്ലാത്ത പേര് സിനിമ. അതെ, അതും ക്രൈം ത്രില്ലർ. പിന്നെ പുല്ലുകൊലയില്ല. അടുത്ത നല്ല ദിലീപിനെ ഒരുപാട് ശരിക്കുന്ന ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാം. CD മൂസ 2 വരുന്നുണ്ട്. അത് കാണിക്കാം. ഇത് നിങ്ങളുടെ സ്കാനിങ്ങിന് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ചെക്കപ്പിന് പോയതല്ലേ? ഡോക്ടറെ കാണിച്ചു. ഡോക്ടറൊക്കെ നല്ല അഭിപ്രായമാണ്. കുറച്ച് ഫാറ്റ് ഇച്ചിരി ഹൈ ആണ്. SGPT ഇത്തിരി ഹൈ ആണ്. GTP അതെന്തിനാ? OTP ഒന്നും ആർക്കും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ.
അപ്പോൾ അത് ഇച്ചിരി ഹൈ എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് ഹൈ അല്ല, കുറച്ച് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതൊന്നും ഏട്ടൻ ചോദിച്ചു ഫുഡൊക്കെ കണ്ടല്ലോ, ഒന്നും ചെയ്യണ്ട എല്ലാം കഴിച്ചു. അത് പ്രഗ്നന്റ് ആയിരിക്കുമ്പം ഒരുപാട് പേർക്ക് വരുന്നതാണ് പ്രഗ്നന്റ് ഫാറ്റിലും. അത് പ്രഗ്നൻസി വലിയ പ്രശ്നമുള്ള മീൻസ് അത് 100 കൂടിയ പ്രശ്നം. 100 കൂടിയ പ്രശ്നം. അത് മാത്രമല്ല ഡെലിവറി സമയത്ത് സിസേറിയൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ചാൻസ് എന്ന് വെച്ചാൽ ഡോക്ടർമാർ റിസ്ക് എടുക്കത്തില്ല. അതുകൊണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഡേ ആയിരുന്നു ഇന്ന്. അപ്പോൾ എന്തായാലും നാളെ സ്കാനിങ്ങിന് പോകണം. പറ്റിയാൽ എനിക്ക് കുഞ്ഞാമയെ കാണാൻ പറ്റുമോ തോന്നുന്നു, അറിയാൻ വയ്യ, നോക്കാം. അപ്പോൾ ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതിലുള്ള ബൈ.